മലയാള സിനിമയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി മേഖലകളിൽ, അത് തിരക്കഥയിൽ മാത്രമല്ല, അഭിനയത്തിൽ മാത്രമല്ല, സംവിധാനത്തിലും അങ്ങനെ എല്ലാം സാധ്യമായ മേഖലകളിലൊക്കെ കയ്യൊപ്പ് ചാർത്തിയ ഒരു അതുല്യ പ്രതിഭയാണ് ഇന്നലെ വിടവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ തന്നെ മലയാളിയെ സംബന്ധിച്ച് എക്കാലവും ഓർത്തിരിക്കുന്ന വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഡയലോഗുകൾ, സംഭാഷണങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഭാഗമായിരുന്നു. മനുഷ്യനൊരു രാഷ്ട്രീയ ജീവിയാണെന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്ന ചലച്ചിത്രകാരനായിരുന്നു ശ്രീനിവാസൻ. നിസ്സഹായരായ മനുഷ്യരുടെ ജീവിത സമരങ്ങൾ ആവിഷ്കരിച്ച അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ കഥാപരിസരം തന്നെ ജീവിതഗന്ധിയായ രാഷ്ട്രീയ വ്യവഹാരങ്ങളായിരുന്നു എന്നതും ഓർത്തിരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മമായാൽ പോലും അത് നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ കാണിച്ചു തന്നിരുന്നതാണ്. മലയാള സിനിമയുടെ കഥ മറയുന്നു, പക്ഷേ അദ്ദേഹം അഭ്രപാളികളിൽ സന്നിവേശിപ്പിച്ച ആ കഥാപാത്രങ്ങൾ, ആ സംഭാഷണങ്ങൾ മലയാളിയെ സംബന്ധിച്ച് എക്കാലവും ഓർത്തിരിക്കുന്നതാണ്. നിരവധി പ്രമുഖരാണ് ആദരാഞ്ജലി അർപ്പിക്കാനായി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ഈ കണ്ടനാട്ട വീട്ടുവളപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. മലയാള സിനിമയിലെ ഏതാണ്ട് എല്ലാ അഭിനേതാക്കളും, സാങ്കേതിക പ്രവർത്തകരും, സംവിധായകരും ഒക്കെ ഈ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, ഇന്ന് രാവിലെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എത്തിയിരുന്നു. നടന്മാരായ സൂര്യ, പൃഥ്വിരാജ് തുടങ്ങിയവരൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി കണ്ടനാട്ടെ വീട്ടുവളപ്പിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ എസ് വിജയകുമാർ അവിടെ നിന്ന് ചേരുകയാണ്. കണ്ടനാട്ട വീട്ടുവളപ്പിൽ നിന്ന് വിജയകുമാർ, പറയൂ. ദിലീപ്, ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് കൊണ്ടുപോകുന്നതിന്, ചിതയിലേക്ക് എടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ചില കർമ്മങ്ങൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പ് അദ്ദേഹത്തെ കാണാനായി അവസാനമായി അവിടെ എത്തിയവർക്ക് വേണ്ടി മാത്രം ഏതാനും ചില മിനിറ്റുകൾ കൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആ വീടിൻ്റെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഉണ്ടിപ്പോഴും. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര പ്രവർത്തകരായ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തുകയാണ്. ഇനി ആരെങ്കിലും പുറത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏതാനും മിനിറ്റുകൾ കൂടി മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ ഉണ്ടാകൂ എന്നറിയിച്ചതിനെ തുടർന്ന് ആളുകൾ ധാരാളമായി ആ വീടിനകത്തേക്ക് തിക്കിത്തിരക്കി വരികയായിരുന്നു കഴിഞ്ഞ കുറച്ച് മിനിറ്റുകളായി. അവരെ കൊണ്ട് ആ വീടിൻ്റെ പരിസരമാകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രമായിരിക്കും ഇനി നമ്മളോടൊപ്പം ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകില്ല എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ അത് അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് തരമില്ല. അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിലൂടെ വിരിഞ്ഞ എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ കഥാസന്ദർഭങ്ങൾ, എത്രയോ മനോഹരമായ ചലച്ചിത്ര കാവ്യങ്ങൾ, അതൊക്കെയാണ് നമ്മളുടെ മുന്നിൽ ഇനി ബാക്കിയാകുന്നത്. ജീവിതത്തിലെ സാധാരണക്കാരുടെ ജീവിതം അഭ്രപാളികളിൽ അവതരിപ്പിച്ച അത്തരം കഥാപാത്രങ്ങളെ തൻ്റെ അഭിനയസിദ്ധിയിലൂടെ, ചലച്ചിത്രത്തിലൂടെ ആവിഷ്കരിച്ച അതുല്യ പ്രതിഭയ്ക്ക് സാംസ്കാരിക കേരളം, കലാകേരളം, രാഷ്ട്രീയ കേരളം വിട നൽകുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ കാണാനായി ഈ വീട്ടിലേക്ക് എത്തിയ ആളുകളുടെ നീണ്ട നിര പരിശോധിച്ചാൽ ഇപ്പോൾ നിവിൻ പോളി, എനിക്ക് തോന്നുന്നു നിവിൻ പോളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ എന്ന് സംശയമുണ്ട്. നിവിൻ പോളി ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നിവിൻ പോളിയും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൂർ, പാട്യം, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ചിലർ വൈകിയാണ് എത്തിയത്. അവരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. നിവിൻ പോളി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നിവിൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ആ വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് നമ്രശിരസ്കനായി നിൽക്കുകയാണ്. എല്ലാ തലമുറകളിൽപ്പെട്ട ചലച്ചിത്രകാരന്മാരും സാങ്കേതിക പ്രവർത്തകരും ഒക്കെയായി ശ്രീനിവാസന് ഉണ്ടായിരുന്നത് അങ്ങേയറ്റം ഊഷ്മളമായ ബന്ധമായിരുന്നു. എല്ലാവരുടെയും
മാനസികാവസ്ഥയോട് പൊരുത്തപ്പെട്ട് അവരുമായി ഒരു ഹൃദയബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ചലച്ചിത്ര പ്രവർത്തകനും ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒരു നല്ല മനുഷ്യനുമായിരുന്നു ശ്രീനിവാസൻ. ഈ കലാലോകത്തും ഒക്കെ അദ്ദേഹം വ്യാപരിക്കുമ്പോഴും അദ്ദേഹം ഹൃദയവിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു നല്ല മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് നമുക്ക് എല്ലാ തരത്തിലും അദ്ദേഹത്തെ വിലയിരുത്താം. ദൃഢമായ ജനാധിപത്യ ബോധം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പെരുമാറ്റത്തിലും പ്രതികരണങ്ങളിലും സിനിമകളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അഭിപ്രായം പറയാനും ഭിന്നാഭിപ്രായങ്ങൾ കേൾക്കാനും സഹിഷ്ണുതയോടെ അതിന് മറുപടി പറയാനും ഒക്കെ ശ്രീനിവാസൻ എന്ന പ്രതിഭ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി സ്നേഹിച്ചും കലഹിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ മുന്നോട്ട് പോയത്. ഇന്നലെ മോഹൻലാൽ പറഞ്ഞതുപോലെ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഞങ്ങൾ ദാസനും വിജയനും ആയിരുന്നു എന്നത്. അങ്ങനെ എല്ലാ സമയത്തും ദാസനും വിജയനും എന്ന മട്ടിൽ അദ്ദേഹം സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. അവരോട് സ്നേഹിച്ചും കലഹിച്ചും പോകുമ്പോഴും ഊഷ്മളമായ ഒരു ബന്ധം അവരുമായി കാത്തു സൂക്ഷിക്കാൻ ശ്രീനിവാസനുമായി പിണങ്ങി എന്ന് പറയുന്ന അല്ലെങ്കിൽ പിണക്കമാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഒരാളെ നമ്മൾ ഈ ദിവസങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ശ്രീനിവാസനുമായി ഞാൻ സംസാരിക്കാറില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ചലച്ചിത്ര പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയില്ല. എനിക്ക് ശ്രീനിവാസനോട് വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചലച്ചിത്ര പ്രവർത്തകരെയും നമ്മൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും കണ്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ ആളുകളുണ്ടെങ്കിൽ അവരുമൊക്കെയായി സന്ധി ചെയ്ത് എന്ന് വെച്ചാൽ അവരുമൊക്കെയായി ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അദ്ദേഹത്തിന് ശത്രുക്കളൊന്നുമില്ല. നമ്മളുടെ അറിവിൽ ശ്രീനിവാസനും ആ നിലയിൽ ശത്രുക്കളൊന്നുമില്ലാത്തൊരു ശുദ്ധ മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ഉമ്മറത്ത് ഒരു പീഠത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, അങ്ങേയറ്റം അടുപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ ആ ഭൗതിക ശരീരത്തിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ച് കടന്നു പോവുകയാണ്. നേരത്തെ ഭാര്യയും മക്കളും ചെറുമക്കളും അടുത്ത ബന്ധമുള്ളവരുമൊക്കെ ആ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുദേവൻ്റെയും ദൈവദശകം പാടി ശാന്തിമന്ത്രം പാടിയാണ് ആ കർമ്മങ്ങളൊക്കെ അവസാനിച്ചത്. എല്ലാവരും അത് ഏറ്റുപാടുകയും ചെയ്തു. ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇനി എപ്പോൾ വേണമെങ്കിലും മൃതദേഹം ചിതയിലേക്ക് മാറ്റാം. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി പ്രസാദ് അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ അത് വീടിന് ഉള്ളിൽ നൽകിയിരുന്നു. ഇനി ചിതയ്ക്ക് മുന്നിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് സേനാംഗങ്ങൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം ഭൗതിക ശരീരം ഇവിടേക്ക് ഈ ചിതയിലേക്ക് കൊണ്ടുവരും. അതിനു മുമ്പ് പൂർത്തിയാക്കേണ്ട എല്ലാ ചടങ്ങുകളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് ചിതയിലേക്ക് ഭൗതിക ശരീരം മാറ്റാം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സമയം 10:30 കഴിയുന്നു, 10:40 ആകുന്നു. 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോഴും നോക്കൂ, ഇങ്ങനെ ഇടമുറിയാതെ ആളുകൾ ആ വീടിൻ്റെ പരിസരത്ത് നിന്നൊക്കെ അവിടേക്ക് ശ്രീനിയേട്ടൻ അവരുടെയൊക്കെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ആപാലവൃത്തം ജനങ്ങളുടെയും ശ്രീനിയേട്ടൻ ആണ് ശ്രീനിവാസൻ. മറ്റൊരു പേരിൽ അദ്ദേഹത്തെ ആരെങ്കിലും വിളിക്കുന്ന അപൂർവം ചിലർ ശ്രീനി അങ്കിൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കേൾക്കാം. അല്ലെങ്കിൽ മുഴുവൻ ആളുകളുടെയും ശ്രീനിയേട്ടനാണ്. ശ്രീനിവാസൻ സാർ എന്ന് പോലും അദ്ദേഹത്തെ പലരും വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അത് ആ നിലയിലല്ല അവർക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എന്നതുകൊണ്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.